ഒരാൾ അഭിനന്ദിക്കുമ്പോൾ വ്യക്തിയെ അഭിനന്ദിക്കാതിരിക്കുക, ആശയത്തെ അഭിനന്ദിക്കുക. ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ വ്യക്തിയെ ക്രിട്ടിസൈസ് ചെയ്യാതെ ആശയത്തെ ക്രിട്ടിസൈസ് ചെയ്യുക. ഈ ഒരു ചേഞ്ച് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാവും കുട്ടികളുടെ അടുത്ത്. ഉദാഹരണത്തിന്, നീ സുഗതകുമാരിയെ പോലെയാണ് എന്ന് നന്നായി കവിത എഴുതുന്ന ഒരു കുട്ടിയോട് പറഞ്ഞാൽ ആ കുട്ടി പറയും, അല്ല മാഡം, ഞാൻ സുഗതകുമാരി പോലെ അല്ല എന്ന്. അത് റിജക്റ്റ് ചെയ്യും ആ ഒരു അപ്രിസിയേഷൻ. നേരെ മറിച്ച് നിന്റെ കവിത സുഗതകുമാരിയുടെ കവിതയുടെ നിലവാരത്തിലുള്ളതാണ് എന്ന് പറഞ്ഞാൽ, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് വളരെ സിമ്പിളാണ്, ബട്ട് ഇറ്റ് ഹാസ് ഹ്യൂജ് ഇമ്പാക്ട്. നിന്റെ കവിത സുഗതകുമാരിയുടെ കവിതയുടെ നിലവാരത്തിലുള്ള എന്ന് പറയുമ്പോൾ അയാളെ നമ്മൾ ഫ്രീ ആക്കി സുഗതകുമാരിയെ കൊണ്ടുവന്നു, അത് കമ്പയർ ചെയ്തു. അപ്പോൾ അവർ പറയാം താങ്ക് യു മാം. അതുപോലെ തന്നെ വിമർശിക്കുമ്പോൾ നീ ശരിയല്ല, ഇങ്ങനത്തെ പൊട്ടൻ, ഇങ്ങനത്തെ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയാതെ, എടാ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, എടി നിന്നെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ നീ ചെയ്തത് തെറ്റായിപ്പോയി. വി നീഡ് ടു സെപ്പറേറ്റ് ആക്ഷൻസും ആ വ്യക്തിയെ മാറ്റി നോക്കി. അപ്പൊ നമുക്ക് ദേഷ്യപ്പെടുമ്പോഴേ അവർക്ക് പേഴ്സണലൈസ്ഡ് ആവില്ല. ഇതൊരു ചെറിയ ടിപ്പാണ്, മനസ്സിലായി? അതായത് സംഗതി മനസ്സിലായില്ല. ഇനി നമുക്ക് ഒരാളെ ക്രിട്ടിസൈസ് ചെയ്യണം, മാഡം ഞങ്ങൾക്ക് വളരെ ഇഷ്ടമാണ് താങ്കളെ, പക്ഷെ ആ ചെയ്ത കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്ത് രസമായിരിക്കും. അതായത് നിങ്ങൾ ശരിയല്ല, അവിടെ വീട്ടിലൊക്കെ ചെയ്യില്ല, മക്കളുടെ അടുത്തൊക്കെ ചെയ്യും, നീ ശരിയല്ല, എനിക്ക് ഇങ്ങനെ ഒരു മോനില്ല, നിനക്ക് ഞാൻ പച്ചവെള്ളം തരില്ല, എന്നിട്ട് മഞ്ഞ വെള്ളം ടാങ്ക് കളിക്കിട്ട് കൊണ്ടുപോകും. പച്ചലേ പറഞ്ഞത്, മഞ്ഞ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ആ സെപ്പറേറ്റ് പേഴ്സണെ അറ്റാക്ക് ചെയ്യാതിരിക്കുക, പേഴ്സണെ അറ്റാക്ക് ചെയ്യാതിരിക്കുക, പകരം ആക്ഷൻ അറ്റാക്ക് ചെയ്യുക. പേഴ്സണെ അപ്രീഷിയേറ്റ് ചെയ്യാതെ പകരം ആ ആക്ഷനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നില്ല, അത് ശരിയല്ലല്ലോ. അത് നമുക്കൊരു ഉദാഹരണമായിട്ട് എടുക്കാം. അതായത് ഈ തിങ്കിങ്ങും ഇമോഷനും ഒരുമിച്ച് പോവില്ല. നമുക്ക് ഒന്നുകിൽ, അതായത് ഇമോഷൻ പ്രകടിപ്പിക്കുന്ന സമയത്ത് തിങ്കിങ് വർക്കാവില്ല. അതാണ് നമ്മുടെ അമ്മമാർ നമ്മളെ അടിക്കുന്ന സമയം അടിക്കും. പക്ഷേ ഇമോഷൻസ് ഒക്കെ അടങ്ങിക്കഴിഞ്ഞാൽ അവർ വന്നിട്ട് പറയും, മോളെ ഇനി അമ്മ ജീവിതത്തിൽ തല്ലൂല കേട്ടോ. അപ്പോൾ നമ്മൾ പറയാം, അത് കുറേ കാലമായി കേൾക്കാൻ തുടങ്ങി, കുറേ കേട്ടതാ. തിങ്കിങ്ങും ഇമോഷനും ഒരുമിച്ച് പോവില്ല. ഒന്നുകിൽ നിങ്ങൾ ഇമോഷൻ പ്രകടിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചിന്തിക്കാം, ഇമോഷൻ പ്രകടിപ്പിച്ചതിന് ശേഷവും ചിന്തിക്കാം. അവയർനെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ആ ഫോൺ കോൾ ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള സമയമുണ്ട്. അതെ, ഞാൻ ചിലപ്പോൾ പ്രകോപിതനാവും, എന്തു വന്നാലും ഞാൻ ദേഷ്യപ്പെടത്തില്ല, അല്ലെങ്കിൽ മോശം വാക്കുകൾ ഉപയോഗിക്കില്ല എന്നുള്ള തീരുമാനം അയാൾ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഒന്നും പറയുന്നില്ല, കാരണം അവന് അവയർനെസ് ഉണ്ട്, ഞാൻ പറയാൻ പാടില്ല, കാരണം ഞാൻ അത് റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നത്, അല്ലെങ്കിൽ ഇത്ര നമുക്കത് അറിയാം, അത് ആ ഗെയിം നമുക്ക് മനസ്സിലാവും. പലപ്പോഴും നമ്മൾ ഈ ഇമോഷൻ പ്രകടിപ്പിച്ചതിന് ശേഷം തിങ്കിങ് ഇമോഷൻ ഒരുമിച്ച് പോവില്ല. ഇപ്പോൾ കരയുന്നൊരു കുട്ടിയോട് എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയണമെങ്കിൽ കരച്ചിൽ നിൽക്കണം, അല്ലെങ്കിൽ മറുപടി പറയുമ്പോൾ നിൽക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു മരിച്ച വീട്ടിൽ ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നു, വയസ്സായിട്ട് ഒരാൾ മരിച്ചു. അപ്പോൾ ഈ സ്ത്രീ ഇങ്ങനെ കരയായ, പോയല്ലോ, ഇപ്പോഴൊന്നും പോണ്ടതല്ലോ, കുറച്ച് നേരത്തെ പോണ്ടതാണല്ലോ എന്നായിരിക്കും മനസ്സിലുണ്ടാവുക. ഇടയ്ക്ക് നോക്ക്, പോയില്ലേ അതൊക്കെ. അപ്പം ഈ സ്ത്രീയോട് ഒരാൾ പറയാണ്, ഈ ഡെഡ് ബോഡിയെ പുതപ്പിക്കുന്ന ആ വെള്ളത്തുണി എവിടെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ചിന്തിക്കണമെങ്കിൽ ഈ കരച്ചിൽ നിൽക്കണം. രണ്ടും ഒരുമിച്ച് വരില്ല. അൽമാരയിലെ ഭൂതാപത്തെ അതിൻ്റെ ഉള്ളിലെ അങ്ങനെ പറയില്ലല്ലോ. അത് പറയുമ്പോൾ കരച്ചിൽ നിൽക്കുന്നതാണ്. അൽമാരയിലെ മൂന്നാമത്തെ കളിയുടെ ഉള്ളിലുണ്ട്, അതിൻ്റെ ഉള്ളിൽ കാശിൻ്റെ എടുക്കരുത് കേട്ടോ. മനസ്സിലായോ? അത് രണ്ടും ഒരുമിച്ച് പോവില്ല. നമുക്ക് വേണ്ടത് അവയർനെസ്സാണ്. അവെയറാവുക. ഈ സിറ്റുവേഷനിൽ ഞാൻ പ്രകോപിതനാവാൻ സാധ്യതയുണ്ട്, എന്തു വന്നാലും പ്രകോപിതനാവില്ല. ഡൺ, ദാറ്റ്സ് ഇറ്റ്.